നമ്മളിന്ന് പ്ലാന്റേഷനിലെ കൊമ്പന്മാരുടെ വിശേഷമായിട്ട് ഇറങ്ങിയതാട്ടോ. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് പറയുകയാണെങ്കിൽ ഒന്നുകിൽ അതിരപ്പള്ളി പ്ലാന്റേഷൻ, അല്ലെങ്കിൽ കാലടി പ്ലാന്റേഷൻ, മലയാറ്റൂർ, ഈ ഒരു ഏരിയയിലായിട്ട് വിസ്തൃതിയിൽ കിടക്കുന്ന ഒരു പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഏരിയയാണ് പ്ലാന്റേഷൻ എന്ന് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് പൊതുവേ ഇതിനൊരു ചെറിയൊരു ഫോറസ്റ്റ് ആംബിയൻസ് ഉണ്ട്. അത്യാവശ്യക്കാരൻ മാത്രമാണ് പൊതുവെ ഇതിൽ ട്രാവൽ ചെയ്യുന്നത്. അല്ലാണ്ട് മലയാറ്റൂരിൽ നിന്നോ കാലടി ഭാഗത്തു നിന്നൊക്കെ എളുപ്പത്തിന് അതിരപ്പള്ളി സൈഡിലേക്ക് വരാനുള്ളൊരു എളുപ്പമാർഗ്ഗം കൂടിയാണിത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വൈബുള്ള റോഡാണ്. റോഡിൻ്റെ അവസ്ഥ ചില സമയങ്ങളിൽ കുറച്ച് മോശമാകും, എന്നാലും നല്ലൊരു ഫോറസ്റ്റ് ആംബിയൻസ് ആണ്. സമയമൊക്കെ നോക്കി വരികയാണെങ്കിൽ മിക്കവാറും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് നല്ല അതിരപ്പള്ളിയിലെ നല്ല ചുറുചുറുക്കുള്ള കൊമ്പന്മാരെയൊക്കെ കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ സീക്രട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒരു മിനി ഫോറസ്റ്റ് റേഞ്ചൊക്കെ തന്നെയാണ്. അത്യാവശ്യം വന്യജീവികളും ഒരുപാടിനം ബേഡ്സും കൊമ്പന്മാരും എല്ലാം അടങ്ങിയ ഒരു നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഈ പ്ലാന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് വെറ്റിലപ്പാറ പാലം എന്നൊക്കെ പറയുന്നതെങ്കിലും വെറ്റിലപ്പാറ പാലം ബോർഡ് വെച്ചിരിക്കുന്ന എക്സാക്റ്റ് വേറെ തൊട്ടപ്പുറം അതിരപ്പള്ളി പോകുന്ന റൂട്ടിലുള്ള പാലമാണ്. ഇത് നമ്മുടെ സെൽവ് സ്റ്റോമിൻ്റെ നേരെ മുമ്പിലുള്ള പാലമാണ്. അവിടെ നിന്ന് നമ്മൾ കയറി ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ജംഗ്ഷൻ വരും. ഇടത്തോട്ടും വലത്തോട്ടും വഴിയുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ഏരിയ വരുന്നത് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇടത്തോട്ട് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, വലത്തെ സൈഡിലോട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. വലത്തുവശം നമ്മുടെ ഏഴാറ്റുമുഖം വഴി നമുക്ക് ഒന്നെങ്കിൽ അങ്കമാലി സൈഡിലേക്ക് പോവാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ഷോർട്ട് കട്ട് തിരിഞ്ഞ് മഞ്ഞപ്ര സൈഡിൽ പോവാം. ഇടത്തുവശം പോയി കഴിഞ്ഞാൽ ഏതാനും ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏതാനും കിലോമീറ്റർ കയറി നമുക്ക് അവിടുന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒന്നെങ്കിൽ മഞ്ഞപ്ര അയ്യമ്പുഴ സൈഡിലോട്ടോ അല്ലെങ്കിൽ മലയാറ്റൂർ സൈഡിലോട്ടോ വഴി പുറത്തേക്ക് പോവാം. പ്ലാന്റേഷന് മൊത്തത്തിലൊരു 3 എൻട്രി പോയിൻറ്റും 3 എക്സിറ്റ് പോയിൻറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് അതനുസരിച്ച് കയറിപ്പോകുന്നത് നന്നായിരിക്കും. ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിൽ വരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റബ്ബറൈസ്ഡ് റോഡിൽ കൂടെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്ത് വരാം. അല്ലാത്ത സ്കീമാണെങ്കിൽ റോഡ് കുറച്ച് മോശമാണ് പ്ലാന്റേഷൻ ഏരിയ. അപ്പോൾ ആനിമൽസിനെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ എത്തിയാലേ ഇതിനുള്ള സാഹചര്യം ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ മിക്കവാറും നിരാശപ്പെട്ട് ഒരു ഡ്രൈവ് ചെയ്ത് പോകാനേ നിങ്ങൾക്ക് സാധ്യതയുള്ളൂ. ഈ പ്ലാന്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിഷ്വലിൽ കാണുന്ന പോലെ എണ്ണപ്പനയാണ്. എണ്ണപ്പനയുടെ പഴുത്ത പാകമായ ആ എണ്ണപ്പനയുടെ കൊല നമ്മൾ ട്രാവൽ ചെയ്യുന്ന വഴിക്ക് അതിൻ്റെ സീസണാവുന്ന സമയത്ത് അത് മുറിച്ച് റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ടാവും. അവരത് ഒന്നിച്ച് കളക്ട് ചെയ്തുകൊണ്ട് പോയി നമ്മുടെ മലയാറ്റൂർ റൂട്ടിൽ അത് പ്രോസസ്സ് ചെയ്യുന്നൊരു ഫാക്ടറി ഉണ്ട്, അവിടെയാണത് പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 3 ചെക്ക് പോസ്റ്റ് ഏരിയയിലെ വിസ്തൃതിക്കകത്ത് എണ്ണപ്പനയുടെ നല്ലൊരു ശതമാനം പ്ലാന്റേഷനും അതോടൊപ്പം തന്നെ റബ്ബറും തേക്കും ആണ് ഈ ഏരിയയിൽ മുഴുവനായിട്ട് കാണുന്നത്. ഇപ്പോൾ മലയാറ്റൂർ മേഖല ആ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് ഹെക്ടർ കണക്കിന് ഏരിയ നികത്തി ഇപ്പോൾ പൈനാപ്പിൾ കൃഷി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മുടെ മൊത്തത്തിൽ പ്ലാന്റേഷൻ ഏരിയയുടെ ഒരു കൃഷി അവസ്ഥാവിശേഷം പറഞ്ഞാൽ. ഈ കാണുന്ന ആൾ നമ്മുടെ അതിരപ്പള്ളി മേഖലയിലെ ഒരു VIP ആണ് കേട്ടോ. ആൾ പാണ്ടൻ വേഴാമ്പൽ എന്നാണ് പറയുന്നത്. പൈൻഡ് ഹോൺബിൽ എന്ന് ഇംഗ്ലീഷിൽ പറയും. മലമ്പുഴയ്ക്ക് വേഴാമ്പലിനേക്കാൾ അല്പം ചെറുതാണ് പാണ്ടൻ വേഴാമ്പൽ. കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ശ്രീലങ്കയിലാണ് ഇവ സാധാരണയായി കണ്ടുവരുന്നത്. ഇപ്പോൾ നിത്യഹരിത വനങ്ങളിലും ഇലപൊഴിയുന്ന കാടുകളിലുമായി ഇവയുടെ ആവാസ സ്ഥലങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശരീരത്തിനും കഴുത്തിലും കറുപ്പ് നിറവും അടിവശം വെള്ള നിറത്തിലാണ്. കൊക്ക് മഞ്ഞ നിറമാണ്. തലയിലെ തൊപ്പിയിൽ കറുത്തൊരു പാട് കാണാം. വാലിൽ വെള്ളയും കറുപ്പും തൂവലും ഉണ്ട്. പഴങ്ങളും പ്രാണികളൊക്കെയാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം സാധാരണഗതിയിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ കാടിനോട് ചേർന്നുള്ള നാട്ടിൻ പ്രദേശത്ത് ആ മരത്തിൽ അതിലെ കായ കഴിക്കാനാണ് ഇവന്മാർ സ്ഥിരമായിട്ട് എത്താറ്. പണ്ട് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന ഇവരിപ്പോൾ അത്യാവശ്യം ചുരുങ്ങി പശ്ചിമഘട്ടത്തിൻ്റെ വാഴച്ചാൽ മേഖലയിലും നദീതടങ്ങളിലും മലയാറ്റൂർ മേഖലയിലേക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 1-2 സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. കോമൺ ആയിട്ടുള്ള ആളല്ല. ബേഡ്സിൻ്റെ പ്രസൻസ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് കണ്ടത് ഹിൽമേനിയനെ കണ്ട്. ഒരുപാടിനം തത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറന്ന് നടക്കണ കാണാം. പിന്നെ വിവിധ ഇനം മരംകൊത്തികളെ ധാരാളമായിട്ട് കാണാം. പിന്നെ സാധാരണ നാട്ടിൻപുറത്ത് കാണുന്ന ചെറിയ കിളികളും പിന്നെ ഈ പറഞ്ഞ പൈൻഡ് ഹോൺബിൽ അങ്ങനെ എല്ലാ ഏരിയയിലും ഇല്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമേ കാണാൻ കിട്ടാറുള്ളൂ. പിന്നെ നമ്മൾ അതിരപ്പള്ളി വാഴച്ചാൽ ആ റൂട്ടിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മലബാർ ട്രോവൺ അങ്ങനെയുള്ള ഏഷ്യൻ ഫെയറി അങ്ങനത്തെ ഒരുപാട് ഇനങ്ങളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും.
ഇത് നിങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോയാൽ എല്ലാവരും വഴിയേരിയിൽ നമ്മളെ കാത്തിരിക്കുകയല്ല. നമ്മൾ കാട്ടിലോട്ട് ഇറങ്ങി അല്ലെങ്കിൽ ഇതൊക്കെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ നമുക്കിത് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത്യാവശ്യം ബേഡ്സിനെ പറ്റി അറിയാവുന്നവർ ജസ്റ്റ് വാഹനം സ്പീഡ് കുറച്ചോ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ സൗണ്ട് നോക്കി മനസ്സിലാക്കുക. അതേപോലെ വളരെ കോമൺ ആയിട്ട് നമ്മൾ സർപ്പൻറ്റീകളിൽ ഒരുപാട് സ്ഥലത്ത് നമ്മൾ കണ്ടായിരുന്നു. പനയുടെ പഴുത്ത് കഴിയുമ്പോൾ അതിലും ഒരുപാട് ബേഡ്സും നമ്മുടെ കോഴിവേഴാമ്പൽ ഉൾപ്പെടെ ഒരുപാട് ബേഡ്സൊക്കെ കഴിക്കാനൊക്കെ വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെ ഒരുപാട് ബേഡ്സ് ഉണ്ട്. പക്ഷേ ഇവരെ അങ്ങനെ ഫ്രണ്ട്ലിയോ നമുക്ക് ഒരുപാട് നേരം ഇരുന്ന് തരുന്നോ ഒന്നല്ല. സ്പോട്ട് ചെയ്യാനും പ്രത്യേകിച്ച് കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് മയിലുകളുടെ സാന്നിധ്യം വളരെ അധികം കാണാം. ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് മയിലിനെ കാണാൻ കിട്ടുന്നുണ്ട്. പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ബേഡ്സും അനിമൽസും കൊമ്പന്മാരും എല്ലാം എനിക്ക് ഒരു ദിവസം കിട്ടിയതല്ല. ഞാൻ ഇവിടെ പ്ലാന്റേഷനിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ പലപ്പോഴായി പല സമയങ്ങളിൽ ട്രാവൽ ചെയ്ത് പോയപ്പോൾ കിട്ടിയിട്ടുള്ള അനിമൽസും ബേഡ്സിൻ്റെ ഒരു കളക്ഷനാണ് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നല്ല കാഴ്ചകളൊക്കെ കിട്ടാം. പക്ഷേ എന്ന് കരുതി ഒരു ദിവസത്തിൽ അങ്ങനെ കിട്ടണമെന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ ഒരൊറ്റ ദിവസത്തെ വീഡിയോ കണ്ടൻ്റ് അല്ല, കുറേ ദിവസങ്ങളിലെ കുറേ കാലങ്ങളായിട്ട് എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ചേർത്ത് ക്ലബ് ചെയ്തൊരു വീഡിയോ പ്ലാന്റേഷനെ പറ്റി ചെയ്യുന്നതാണ്. നമ്മൾ പാണ്ടൻ വേഴാമ്പലിനെ കാത്തിരിക്കുന്ന ഗ്യാപ്പിൻ്റെ ഇടയിൽ വെള്ളത്തിലൊരു അനക്കം കണ്ട് നോക്കിയപ്പോഴാണ് ഒരു യമണ്ടൻ മുതല വെള്ളത്തിൽ കിടക്കണ കാണുന്നത്. മനുഷ്യൻ്റെ അനക്കം കണ്ട വഴി ആൾ മുങ്ങി. പിന്നെ കുറേ നേരം നോക്കിയിരുന്നിട്ടാണ് ആളൊന്ന് ദർശനം തന്നത്. ന്യൂസിൽ പലപ്പോഴും ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. പ്ലാന്റേഷനിൽ വളരെ അപൂർവമായിട്ടേ മ്ലാവിനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ നമ്മൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഏരിയയ്ക്ക് ചുറ്റുവട്ടമായിട്ട് മ്ലാവുകളെ ധാരാളമായി കാണാറുണ്ട്. അവിടെ മനുഷ്യർ ഫീഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിൻ്റെ താഴേക്ക് നമുക്ക് ഒരു അത്യാവശ്യം കാണാം. വളരെ അപൂർവമായിട്ട് പുള്ളിമാനുകളെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കോമൺ ആയിട്ട് എല്ലാ ഏരിയയിലും അല്ല, ഞാൻ തന്നെ 2 വട്ടം മാത്രമേ പുള്ളിമാനുകൾ കണ്ടിട്ടുള്ളൂ. കാണുമ്പോൾ ഒരുപാട് കൂട്ടമായിട്ടാണ് കാണാറ്. അത് റോഡ് സൈഡുമായിട്ട് അനുബന്ധിച്ചല്ല, പ്ലാന്റേഷൻ്റെ ഒരുപാട് ഉള്ളേരിയയുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊതുവെ പുള്ളിമാനുകൾ കണ്ടിരിക്കുന്നത് കേട്ടോ. പ്ലാന്റേഷനിൽ സാധാരണ എല്ലാ കാടുകളും പോലെ തന്നെ ഓരോ സീസണിലും ഓരോ കാഴ്ചകളാണ്. വേനൽക്കാലത്ത് ഉണങ്ങി വരണ്ടിരിക്കും, മഴക്കാലത്ത് നല്ല പച്ച പതച്ച് ഒരുപാട് ചെറിയ നീരരുവികളും ചെറിയ തോടുകളിലൊക്കെ വെള്ളം കളഹളാരവും ഒഴുക്കി പോകുന്നതൊക്കെ കാണാൻ നല്ല ചന്തമാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ ആ മെയിൻ തുടക്കത്തെ ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തത് നവംബറിലാണ്. കോടമഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ എല്ലാ സീസണിലും വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് നമ്മുടെ പ്ലാന്റേഷൻ ഒരുക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഈ വിഷ്വലൊന്ന് നോക്കിക്കേ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒറ്റ ഫ്രെയിമിൽ തന്നെ ഒരു 7 ആനയോളം ഉണ്ട്. 2 ആൾ കഴിക്കണു, 2 ആൾ പുറകിൽ നിന്ന് ചുമ്മാ ഗുസ്തി പിടിക്കണു. അപ്പോൾ അതിൽ കുറച്ച് നമ്മുടെ പ്രായം കുറഞ്ഞ 2-3 കുട്ടിക്കൊമ്പന്മാരുണ്ട്. അവന്മാരാണ് അവിടെ കുസൃതിയായിട്ട് നടക്കുന്നത്. ഇവിടെ ഫീമെയിൽസിനെ കാണാൻ കുറവാണ്, പക്ഷേ എന്നിരുന്നാലും ഉള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് നിറയും. ഈ കാണുന്ന കാഴ്ച കഷ്ടി ഒരു 20-25 മീറ്റർ അടുത്ത ഡിസ്റ്റൻസിലാണ്. അവരവരുടെ കാര്യം നോക്കണം, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും ഒരു ശല്യമില്ല. അങ്ങനെ തന്നെ വേണം, ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ആ സീക്രട്ട് വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊമ്പന്മാരെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ സിലോസ്റ്റോമിൻ്റെ മുമ്പിലുള്ള പാലത്തിൻ്റെ ഒരു 3 കിലോമീറ്റർ ചുറ്റളവാണ്. പ്രോപ്പറായിട്ട് വെറ്റിലപ്പാറ എന്നാണ് പറയുന്നതെങ്കിലും ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ആനേനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ പാലം ക്രോസ് ചെയ്ത ആ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ടൊരു 2 കിലോമീറ്റർ ചുറ്റളവിലും വലത്തോട്ടൊരു 3 കിലോമീറ്റർ ചുറ്റളവിലുമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൊമ്പന്മാരെ സ്പോട്ട് ചെയ്യാൻ പറ്റുക.
അതും രാവിലെ മാക്സിമം 6 മണിക്കും രാവിലെ 7:30ക്കും ഉള്ളിലാണ് ഇവരുടെ ഒരു പീക്ക് ടൈം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇറങ്ങി വരുന്ന സമയമാണ്. ആ സമയത്ത് ഒരു മാക്സിമം ഇപ്പോൾ പനയാണെങ്കിൽ ഇടിച്ച് മറിച്ചിട്ട് അതിൻ്റെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറയുന്നത് സെലക്ട് ചെയ്ത പന മറിക്കത്തുള്ളൂ. എല്ലാം കാണുന്ന എല്ലാം മറിക്കില്ല, സെലക്ട് ചെയ്ത് മാത്രമേ മറിക്കുള്ളൂ. മറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 3ഓ 5ഓ ചിലപ്പോൾ ഒരു 7ഓ കൊമ്പന്മാരൊക്കെ ഒന്നിച്ച് അവിടെ നിന്ന് കുറച്ചവന്മാർ കഴിക്കും, കുറച്ചവന്മാർ അവിടെ കുശലം പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ടൊരു നല്ലൊരു വൈബാണ് അവിടെ. അപ്പോൾ ആ ഒരു ഏരിയ അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് അപ്പുറത്തെ അതിരപ്പള്ളി ഏരിയയിൽ നമ്മളെ പുഴയിലായിട്ട് ചിലപ്പോൾ ഒരു നീരാട്ടിനൊക്കെ ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ ടൈം വ്യത്യാസമുണ്ട്. അപൂർവമായിട്ട് അല്ലെങ്കിൽ മിക്കവാറും വൈകുന്നേരങ്ങളിൽ, സമയം എക്സാക്റ്റ് പറയാൻ പറ്റില്ല, ഇവർ രാവിലെ കാട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പുഴയുടെ ഏരിയയിലേക്കൊക്കെ വരാറുണ്ട്. വൈകുന്നേരം ഒരു 4:30 5:30 സമയത്തും കാണാനുള്ള സാധ്യതകളുണ്ട് കേട്ടോ. പക്ഷേ ഗ്യാരണ്ടി മോർണിംഗ് ടൈമാണ്. നമ്മൾ പ്ലാന്റേഷൻ റൂട്ടിലേക്ക് എൻട്രി ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പാലത്തിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ആ ചെക്ക് പോസ്റ്റിൽ ഒരു ചെറിയ എൻട്രി ഫീ ഉണ്ട്. അതേപോലെ തന്നെ ആ സൈഡാണ് കൂടുതൽ നമ്മൾ കാലടി പ്ലാന്റേഷൻ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ മലയാറ്റൂർ സൈഡാണെങ്കിലും മഞ്ഞപ്പുറ സൈഡാണെങ്കിലും അവിടെ നിന്ന് എൻട്രി കയറാൻ നേരത്തും നമുക്കൊരു ചെറിയ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. വളരെ തുച്ഛമായ ഫീ ഉള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി നമ്പറും കോൺടാക്ട് നമ്പറും ചെക്ക് ഇൻ ചെയ്യുന്ന ടൈമൊക്കെ എഴുതി കൊടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള ഇൻഫർമേഷനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ കയറി പോരുക. മറിച്ച് ഏഴാറ്റുമുഖം സൈഡിലേക്കുള്ള ചെക്ക് പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ വണ്ടി നമ്പർ എഴുതി കൊടുത്ത് നമ്മൾ കാര്യം പറഞ്ഞ് പോരുള്ളൂ. അവിടെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇത് പ്ലാന്റേഷൻ ആണ്, മറിച്ച് അതല്ലാണ്ടൊരു ഓപ്പൺ ഫോറസ്റ്റോ പബ്ലിക്കിനോ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അപ്പോൾ നിങ്ങൾ അതിരപ്പള്ളി വാൽപ്പാറയൊക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ലാഘവത്തോടു കൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സംഭവിച്ചൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ ഫുൾ ടൈം നമുക്ക് ഫോറസ്റ്റ് ഓഫീസേഴ്സ് വണ്ടിയിൽ പെട്രോളിംഗ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് കൂടുതൽ നിർത്തിയിടാനോ അല്ലെങ്കിൽ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാനോ സാഹചര്യം അനുവദിക്കുന്നില്ല. ബൈക്കേഴ്സിനും 4 വീലറിനും പോകുന്നതിന് കുഴപ്പമില്ല. ഒരു പക്ഷേ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയോ റോട്ടിൽ നിന്ന് അകത്തേക്ക് കയറുകയൊക്കെ ചെയ്യുന്നത് ഫോറസ്റ്റുകാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫൈൻ അടിച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവരെന്തെങ്കിലും ലീഗലായിട്ടുള്ള ആക്ഷൻസിലേക്കൊക്കെ പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് നേരം അവിടെ പോയി നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു സാഹചര്യം കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ സൂക്ഷിച്ചിട്ട് വേണം വൈൽഡ് ലൈഫോ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ വരുന്നവർ ഒന്ന് കരുതലോടെ വരണം കേട്ടോ. പിന്നെ നമ്മളെ പ്ലാന്റേഷനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള സുന്ദരക്കുട്ടന്മാരായ കൊമ്പന്മാരാണ്. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഒരേ സമയത്തൊരു ഗ്യാങ്ങായിട്ട് നിങ്ങൾക്ക് 5ഓ അതിലധികം ആളുകളെയൊക്കെ ഒന്നിച്ച് കാണാൻ പറ്റും. അതിൽ തന്നെ കാണാൻ നല്ല ചന്തമുള്ളതാണ് എല്ലാവരും. പിന്നെ പൊതുവേ ഇവിടെയുള്ള കൊമ്പന്മാരോ അല്ലെങ്കിൽ ആനകളോ ഒന്നും മനുഷ്യരെ അത്ര കണ്ട് ഉപദ്രവിക്കാറില്ല. പക്ഷേ പൊതുവേ അവർക്ക് ഭക്ഷണം എന്നുള്ളൊരു ആവശ്യം ഉള്ളത് കൊണ്ട്, ആനയുടെ ശരീരത്തിന് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ കേസ് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, അങ്ങനെ ഒരു ആവശ്യം ഉള്ളത് കൊണ്ട് ഇവർ ആ ഏരിയയിലൊക്കെ വരുന്നത് സ്വദേശീയർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും അവരങ്ങനെ മനുഷ്യരെ അല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാറ് കാര്യമായിട്ടില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കാട് കയറിയ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്, നിങ്ങൾക്ക് വേറെ ഏത് സ്ഥലത്ത് പോകുന്നതിനേക്കാളും ക്ലോസ് റേഞ്ചിൽ സേഫായിട്ട് കൊമ്പന്മാരെ കാണാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ് നമ്മുടെ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ആനകളുടെ കൂടുതലായിട്ടുള്ള ഫുട്ടേജസ് അവസാനമാണ് ഇട്ടിരിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് കൊമ്പന്മാരുടെ ഒരു ഗ്യാങ് നിൽക്കുന്ന കാണാം. എൻ്റെ അടുത്തുനിന്ന് കഷ്ടി ഒരു 20 മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത്.
നമുക്ക് സേഫായിട്ട് നിൽക്കാം. നമ്മുടെ കാട്ടിലെ ആനേനെ പോലെ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വരുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പക്ഷെ നമ്മളായിട്ട് കുറച്ച് കെയർഫുള്ളായിട്ട് അവരെ പ്രകോപിപ്പിക്കാണ്ട് സേഫാണ് എന്ന് പറഞ്ഞാൽ തന്നെയും അവരുടെ ചേഷ്ടകളിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടക്കേട് പോലെയുള്ള മൂവ്മെൻറ്റ് അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ബാക്ക് ഓഫ് ചെയ്ത് എടുക്കുന്നത് നല്ലത് കേട്ടോ. പണി ചോദിച്ച് മേടിക്കരുത്. സേഫാണ്, ഒരു പരിധി വരെ സേഫാണ് ഇവിടുത്തെ കൊമ്പന്മാർ. വലിയ ഉപദ്രവകാരികളൊന്നുമല്ല. ജനവാസ മേഖലയിലാണ് ഇവരുടെ ആവാസവസ്ഥ. അപ്പോൾ രാവിലെ ഇവർ വന്ന് ഇവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വെയിലൊന്ന് ചൂട് പിടിക്കുമ്പോഴേക്കും ഉൾക്കാട്ടിലേക്ക് കയറിപ്പോകും. അതാണ് പതിവ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓരോ വീഡിയോ കഴിയുന്തോറും നമ്മൾ നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഉദ്ദേശിച്ച ഒരു റെസ്പോൺസ് വീഡിയോകൾക്ക് റീച്ചോ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും വാല്യുബിൾ കമൻസും ഷെയറിങ്ങും എല്ലാം നമ്മുടെ ചാനലിനെ വളരെ ഒരുപാട് സഹായിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു സോ മച്ച്.